ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് റബീഹത്ത്. അപ്പോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ വീഡിയോ നമ്മള് GKയുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പലവരും കോമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റിനൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ചെയ്യോ എന്നുള്ളത്. അപ്പൊ അതിൽ ഓരോ കമന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്കിനി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു മുന്നോടി എന്ന നിലയിൽ നമ്മൾ എന്താണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കും അറിയാം നമ്മളിപ്പോ CSCB എക്സാമിൽ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് ഡേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാറുണ്ട് അല്ലെ, ഈ പറയുന്ന റിനൈസൻസ് എന്ന് പറയുന്ന ഏരിയ നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടുന്ന് ചോദിച്ച് കാണാറുള്ളതെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാവരെയും ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ കുറച്ച് ആളുകളെ പഠിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ടും ബാക്കിയുള്ള ആളുകളെ കുറിച്ച്, അത് ഇന്ത്യ കേരള റിലേറ്റഡ് ആയിട്ടുള്ള റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആരെ കുറിച്ചാണ് നോക്കാനുള്ളത്? റിനൈസൻസ് ലീഡർ ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നരേന്ദ്രനാഥ് ദത്ത എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായിട്ട് വരുന്നത്. ജാനുവരി 12, 1863 ഇദ്ദേഹം ജനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ജാനുവരി 12 നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? നാഷണൽ യൂത്ത് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക അല്ലെ. അപ്പൊ ജാനുവരി 12 ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. നാഷണൽ യൂത്ത് ഡേ എന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദ ജന്മദിനമാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് കൊണ്ടാടുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കാം. അപ്പോ പല പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതായത് ഇന്റലക്ച്വൽ മോങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സൈക്ലോണിക് ഹിന്ദു മോങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള വിശേഷണങ്ങളിലെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സ്വാമി വിവേകാനന്ദ എന്നുള്ള കാര്യം അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഗോ ബാക്ക് ടു വേദ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ്, ഗോ ബാക്ക് ടു ഗീത എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആര്? സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. നിയോ വേദാന്ത എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി ആയിരുന്നു അദ്ദേഹം മെയിൻ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ഈ പറയുന്ന വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ ഇൻ ചിക്കാഗോ. ചിക്കാഗോയില് 1893 നടന്നിട്ടുള്ള വേൾഡ് പാർലമെന്റ് എന്ന് പറയുന്നത്, റിലീജിയസ് വേൾഡ് പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഇത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഈസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റും എല്ലാം ചേർന്നുകൊണ്ടുള്ള ആദ്യത്തെ ഒരു ഫോർമൽ ഗ്യാതറിംഗ് ആയിരുന്നു, സ്പിരിച്വൽ ഗ്യാതറിംഗ് ആയിരുന്നു ഏത്? ഈ പറയുന്ന ചിക്കാഗോയില് 1893 നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതില് നമ്മുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ സ്വാമി വിവേകാനന്ദന്റെ ഈ ഒരു ചിക്കാഗോ പ്രസംഗം എന്ന് പറയുന്നത്, ചിക്കാഗോ സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? നാഷണൽ യൂത്ത് ഡേ എന്താണ്? വിശേഷണങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഈ പറയുന്ന വേൾഡ് പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തീർന്നില്ല, സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കി പോവാനുണ്ട്. അതിൽ വരുന്നതാണ് വേദാന്ത സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ വേദാന്ത സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? നമുക്ക് ഈ പറയുന്ന റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ, ഇന്ന ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ആരാണ് എന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഇതിൽ വേദാന്ത സൊസൈറ്റി എന്ന് പറയുന്നത് 1894 ന്യൂയോർക്കിൽ ഫൗണ്ട് ചെയ്യുന്നത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് എന്നുള്ളത് അവിടെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഗുരു ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? രാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നത് അല്ലെ, രാമകൃഷ്ണ പരമഹംസ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആശയങ്ങളും കാര്യങ്ങളും എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്നാ ഫൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതാ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 93 ചിക്കാഗോയിലെ സ്പീച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, 94 വേദാന്ത സൊസൈറ്റി, അത് കഴിഞ്ഞ് 97 വരുന്ന സമയത്ത് നമ്മുടെ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് 1897 ഫൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക്
കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ 1899 വേലൂർ മതും ഇദ്ദേഹം ഫൗണ്ട് ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട മാഗസിനുകൾ കൂടെ നിങ്ങൾ ഇവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഒന്നാണ് പ്രബുദ്ധ ഭാരത് എന്ന് പറയുന്നത്. പ്രബുദ്ധ ഭാരത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇംഗ്ലീഷിലുള്ള ഒരു മാഗസീൻ ആണ്. അവൈക്ഡ് ഇന്ത്യ എന്നുള്ള പേരിലും അത് അറിയപ്പെടുന്നത്. അപ്പൊ പ്രബുദ്ധ ഭാരത് എന്ന് പറയുന്നത് ആരുടെ മാഗസിൻ ആണ് എന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദന്റെ ആണ് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഭംവാദിൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്ബോധൻ എന്ന് പറയുന്ന ബംഗാളിയിലുള്ള രണ്ട് മാഗസിനുകൾ കൂടെ ആരുമായി ബന്ധപ്പെട്ടതാണ്? സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. ബേലൂർ മതിൽ വെച്ച് 1902 വെസ്റ്റ് ബംഗാളിലെ ബേലൂർ മതിൽ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ വേദാന്ത സൊസൈറ്റി ഇമ്പോർട്ടന്റ് ആണ്, രാമകൃഷ്ണ മിഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മാഗസിനുകളും ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ ഈ പറയുന്ന രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് വരുന്നുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്വാമി വിവേകാനന്ദന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്കുകൾ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കി വെക്കാം. ഏതൊക്കെയാ വരുന്നത്? ലെറ്റേഴ്സ് ഓഫ് സ്വാമി വിവേകാനന്ദ. ഓക്കെ, ലെറ്റേഴ്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്ന ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനയോഗ, യോഗ, രാജയോഗ എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട വർക്കുകൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹം കേരളം വിസിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ വിസിറ്റ് ചെയ്യുന്നത്? 1892 ഇദ്ദേഹം കേരളം വിസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള കാസ്റ്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിലീജിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എന്ത് വിളിക്കുന്നത്? കേരളത്തെ ഭ്രാന്താലയം എന്ന്, ഓക്കെ, ലുനാറ്റിക് അസൈലം എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പൊ ഇത് ആരാ വിശേഷിപ്പിച്ചേ? എന്താ വിശേഷിപ്പിച്ചേ? എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാ വിശേഷിപ്പിച്ചേ എന്നുള്ള കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ എന്നാണ് വിസിറ്റ് ചെയ്തത്? എന്താണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ വിശേഷിപ്പിച്ച്? ആ വിശേഷണം ആരാണ് നൽകിയത്? ലുനാറ്റിക് അസൈലം എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. 1897 അല്ലെ ഇദ്ദേഹം രാമകൃഷ്ണ പരമഹംസന്റെ എന്താണ് ഐഡിയോളജികളും കാര്യങ്ങളെല്ലാം പ്രീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ വെസ്റ്റ് ബംഗാളില് ബേലൂർ മത് എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടർ ആക്കിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വേദാന്ത മൂവ്മെന്റ് എന്നുള്ള പേരിലും ഈ ഒരു എന്താണ് രാമകൃഷ്ണ മിഷൻ അറിയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന രാമകൃഷ്ണ മിഷന്റെ ഒരു വിമൺ വിങ് വരുന്നുണ്ട്. അത് ഏതാണ്? ശ്രീ ശാരദാസ് മതാണ്. ഓക്കെ, ശാരദാ സദൻ അല്ല, ശാരദാ സദൻ വേറെ റിനൈസൻസ് ലീഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. സോ ഈ പറയുന്ന രാമകൃഷ്ണ മിഷന്റെ വിമൺ വിങ് ആയിട്ട് വരുന്നതാണ് ഏത്? ശാരദാ മദ് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കാട്. നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരിപ്പാടിൽ എന്തുണ്ട്? 1913 ഈ പറയുന്ന ശ്രീരാമകൃഷ്ണ മദ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു വിങ് എവിടെയും കിടക്കുന്നുണ്ട്, കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് എന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി, അതിന്റെ ഹെഡ് ക്വാർട്ടർ എന്താണ്, അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷന്റെ വിമൺ വിങ് വരുന്നത് ഏതാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നമ്മൾ സ്വാമി വിവേകാനന്ദനെ പഠിക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് നമ്മുടെ വൈകുണ്ഠ സ്വാമികളിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 1809 സ്വാമിത്തോപ്പ് നാഗർകോയിലെ സ്വാമിത്തോപ്പിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? മുത്തുകുട്ടി സ്വാമി, അതുപോലെ തന്നെ മുടിചൂടും പെരുമാൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ്. ഇദ്ദേഹത്തിന്റെ മുടിചൂടും പെരുമാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന റിനൈസൻസ് ലീഡർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ് എന്നുള്ള കാര്യം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമ്പൂർണ്ണ ദേവൻ എന്ന് പറയുന്ന ഒരു വിശേഷണം കൂടി ഇദ്ദേഹത്തിന് വരുന്നുണ്ട്, ദ കംപ്ലീറ്റ് ഗോഡ്. ഓക്കെ, ദ കംപ്ലീറ്റ് ഗോഡ് അല്ലെങ്കിൽ സമ്പൂർണ്ണ ദേവൻ എന്ന് പറയുന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? വൈകുണ്ഠ സ്വാമികളാണ് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നതാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. വർഷവും ഇമ്പോർട്ടന്റ് ആണ്. 1836 നമ്മുടെ സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ ഫോം
ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ സമപന്തി ഭോജനം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇന്റർ ഡൈനിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ, എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ദ പ്രാക്ടീസ് ഓഫ് ഇന്റർ ഡൈനിങ് അതല്ലെങ്കിൽ സമപന്തി ഭോജനം എന്ന് പറയുന്നത് എല്ലാ കാസ്റ്റിൽ പെട്ടവരാണെങ്കിലും എല്ലാ വിഭാഗത്തിൽ പെട്ടവരാണെങ്കിലും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക, ഒരുമിച്ച് ഇരുന്ന് അത് കഴിക്കുക, ഈ ഒരു കാര്യമാണ് ഈ പറയുന്ന സമപന്തി ഭോജനത്തിൽ വരുന്നത്. അപ്പൊ ഈ ഒരു പ്രാക്ടീസും ഇദ്ദേഹം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളും മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ വൈകുണ്ഠ സ്വാമികളെ നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ അല്ലെ, സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാ എന്നുള്ളത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതും ആര് തന്നെയാണ്, നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ് എന്നുള്ള കാര്യം അവിടെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറയുന്ന കാര്യം. വൺ ഷുഡ് ഗെറ്റ് വേജസ് ഫോർ ദ വർക്ക്. ഓക്കെ, വേല ചെയ്താൽ കൂലി കിട്ടിയിരിക്കണം എന്നുള്ള കാര്യം ആരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ബ്രിട്ടീഷ് ഭരണത്തെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, ബ്രിട്ടീഷ് ഭരണം എന്ന് പറയുന്നത് എന്ത് ഭരണമാണെന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ച് വെണ്ണീച്ച ഭരണം. ഓക്കെ, വെണ്ണീച്ച ഭരണം എന്നാണ്, ദ റൂൾ ഓഫ് വൈറ്റ് ഡെവിൾസ് എന്നാണ് ആര് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ വൈകുണ്ഠ സ്വാമികളെ പറയുന്ന ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തില് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചത് ആരാണ്, എന്താണ് വിശേഷിപ്പിച്ച് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികൾ ഫോം ചെയ്ത അസോസിയേഷൻ ഏതായിരുന്നു, ഓർഗനൈസേഷൻ ഏതായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്, സമപന്തി ഭോജനം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തില് നമ്മുടെ ഈ പറയുന്ന ട്രാവൻകൂർ രാജാവ്, ഓക്കെ, ട്രാവൻകൂറിലെ രാജാവ് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ റിഫോമർ ആരാണ്, കേരളത്തിൽ നിന്നുള്ള സോഷ്യൽ റിഫോമർ ആരാണ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, അതും നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. വൺ ഷുഡ് ഗെറ്റ് വേജസ് ഫോർ ദ വർക്ക്, അതുപോലെ തന്നെ വെണ്ണീച്ച ഭരണം എന്ന ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നതും വൈകുണ്ഠ സ്വാമികളാണ് എന്നുള്ള കാര്യം അവിടെ ഓർമ്മിച്ചു വെക്കുക. വൈകുണ്ഠ സ്വാമികൾ നമ്മൾ പറഞ്ഞല്ലേ, വൈകുണ്ഠ സ്വാമികൾ ഈ പറയുന്ന വൈകുണ്ഠ ടെമ്പിളിന് അടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മുന്തിരി കിണർ എന്ന് പറയുന്ന ഒരു കിണർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാ വിഭാഗത്തിൽ പെട്ട ആളുകൾക്കാണെങ്കിലും എന്താണ് ഇതിൽ നിന്ന് ഉപയോഗിക്കാം, യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്ന് പറയുന്ന ഒരു കിണർ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതിന്റെ പേരൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കാം, മുന്തിരി കിണർ. ഓക്കെ, മുന്തിരി കിണർ അല്ലെങ്കിൽ മണിക്കിണർ, സ്വാമി കിണർ എന്നുള്ള പേരിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആര് തന്നെയാണ്, വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കാസ്റ്റ് സിസ്റ്റത്തിനോടും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും എതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ തൈക്കാടയ്യ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു, പ്രധാന ശിഷ്യനായിട്ടുള്ള ഡിസൈപ്പിൾ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു ആര്, തൈക്കാടയ്യ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ട്രാവൻകൂർ രാജാവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ജയിലിൽ അടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ജയിലിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, തൈക്കാടയ്യനെ പരിചയപ്പെടുന്നത്. അവിടുത്തെ ജയിലർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു തൈക്കാടയ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെ ഒരു പ്രധാന ശിഷ്യനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, ഡിസൈപ്പിൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്, തൈക്കാടയ്യ എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുറച്ച് ടെമ്പിൾസ് ഉണ്ട്, ടെമ്പിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വൈകുണ്ഠ സ്വാമികൾ. നിഴൽ തങ്ങൾ, ഓക്കെ, നിഴൽ തങ്ങൾ എന്നുള്ള പേരിലാണത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അയ്യാവഴി ഇദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വൽ തോട്ടാണ്, എന്ത് പേരിൽ അറിയപ്പെടുന്നത്, അയ്യാവഴി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആരാ ഫൗണ്ട് ചെയ്തത്, ഓക്കെ, അല്ലെങ്കിൽ ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ള വൈകുണ്ഠ സ്വാമികൾ ഫൗണ്ട് ചെയ്തിട്ടുള്ള സ്പിരിച്വൽ തോട്ട് ഏതായിരുന്നു, ഈ ടൈപ്പിൽ തിരിച്ചും മറിച്ചൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് പഠിച്ചു വെക്കാതെ ഈ മുന്തിരി കിണറിന്റെ കാര്യം, അതുപോലെ തന്നെ തൈക്കാട് അയ്യയുടെ കാര്യം, പിന്നെ അതുപോലെ തന്നെ നിഴൽ താങ്കളുടെ കാര്യം, അയ്യാവഴിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റിനൈസൻസ് ലീഡറിലോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡർ ആണ് നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത് അല്ലെ.
നമുക്കറിയാം നമ്മുടെ വെങ്ങാനൂരിലെ ട്രിവാൻഡ്രത്തായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന അൺടച്ചബിലിറ്റി പോലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹവും പ്രവർത്തിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിന്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് ഈ പറയുന്ന വില്ലുവണ്ടി സമരം, വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1893 ഈ പറയുന്ന വില്ലുവണ്ടി സമരം നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോ എന്തായിരുന്നു വില്ലുവണ്ടി സമരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഫോർട്ട് ഫോർ ദളിറ്റ്സ് റൈറ്റ് ടു ട്രാവൽ ഓൺ പബ്ലിക് റോഡ്സ്. ഓക്കെ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പബ്ലിക് റോഡിലൂടെ ഫ്രീ ആയിട്ട് പോകുന്നതിനുള്ള, നടക്കുന്നതിനുള്ള അവരുടെ ആ ഒരു റൈറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന ബുള്ളോക്ക് കാർട്ട് റിവോൾട്ട് അതല്ലെങ്കിൽ വില്ലുവണ്ടി സമരം ഇദ്ദേഹം നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എവിടം തൊട്ട് എവിടം വരെയായിരുന്നു ഈ ഒരു സമരം നടത്തിയേ എന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു റൂട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് വെങ്ങാനൂര് തൊട്ട് കവടിയാർ പാലസ് വരെയായിരുന്നു ആ ഒരു റൂട്ടിലായിരുന്നു ഈ പറയുന്ന വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് നടത്തുന്നത്. അപ്പൊ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വില്ലുവണ്ടി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്, എന്നാണ് വില്ലുവണ്ടി സമരം നടന്നേ എന്നുള്ള കാര്യമൊക്കെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ പല പല മേഖലകളിലായിട്ട് ഇദ്ദേഹം ഈ പറയുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിലാണ് ഈ പറയുന്ന കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്ന സ്കൂളുകൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്ന സ്കൂളുകൾ ഇദ്ദേഹം 1905 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞ് റെഡ്യൂസ് ചെയ്യാനായിട്ടും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇടവേളകൾ നൽകാനായിട്ടും ബ്രേക്ക് ടൈമുകൾ നൽകുന്നതിനായിട്ടും ഒക്കെ ഇവിടെ ഇദ്ദേഹം ഫോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കൃത്യമായിട്ട് ജോലി ചെയ്ത കൃത്യമായിട്ട് അവിടെ കൃത്യമായിട്ട് കാശ് കൊടുക്കുക, അതല്ലെങ്കിൽ അവരുടെ സാലറി കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് കൊടുത്തു പോവുക. അതുപോലെ തന്നെ ഈ പറയുന്ന ദളിത് സ്റ്റുഡൻസിന്റെ ഗവൺമെന്റ് സ്കൂളുകളിലെ ദളിത് സ്റ്റുഡന്റിന്റെ കൃത്യമായിട്ടുള്ള അഡ്മിഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അയ്യങ്കാളിനെ പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മുടെ വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കുടിപ്പള്ളിക്കൂടത്തിന്റെ കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഏത്, സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. അതിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1907 സാധുജന പരിപാലന സംഘം ഫൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ അയ്യങ്കാളി ഫൗണ്ട് ചെയ്ത ഓർഗനൈസേഷൻ ഏതാണ്, എന്നാണ് ഫൗണ്ട് ചെയ്തത്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. പഠിച്ചു വെക്കുക. എന്തായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ മോട്ടോ ആയിട്ടുണ്ടായിരുന്നത്, വിദ്യ നേടുക, സംഘടിക്കുക, ഗെയിൻ എഡ്യൂക്കേഷൻ ആൻഡ് ഓർഗനൈസ് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ സാധുജന പരിപാലന സംഘത്തിന്റെ മോട്ടോ ആയിട്ടുണ്ടായിരുന്നത്. ഇതിനൊരു മാഗസിന് കൂടെ വരുന്നുണ്ട്. എന്താണ്, സാധുജന പരിപാലിനി എന്ന് പറയുന്നതാണ്. ചങ്ങനാശ്ശേരിയിൽ 1913 ഇതിന്റെ പബ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ മാഗസിൻ ആയിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു, ഈ പറയുന്ന സാധുജന പരിപാലിനി എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. പിന്നീട് ഈ പറയുന്ന സാധുജന പരിപാലന സംഘമാണ് എന്തായിട്ട് റിനൈം ചെയ്യുന്നത്, പുലയ മഹാസഭ അതല്ലെങ്കിൽ PMS എന്ന് പറഞ്ഞുകൊണ്ട്, പുലയ മഹാസഭ എന്ന് പറഞ്ഞുകൊണ്ട് റിനൈം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും എന്നാണ് കണ്ടുമുട്ടിയത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്യുക. 1937 കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിയും അയ്യങ്കാളിയും കണ്ടുമുട്ടുന്നുണ്ട്. അതില് മഹാത്മാഗാന്ധി ഇദ്ദേഹത്തിന് ഒരു വിശേഷണം കൂടെ നൽകുന്നുണ്ട്. എന്താണ്, പുലയ രാജ, ദ കിങ് ഓഫ് പുലയാസ്. ഓക്കെ, പുലയ രാജ എന്നുള്ള വിശേഷണം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ 2-3 ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ളതാണ്. അതായത് പുലയ രാജ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്ന പേരിൽ ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിക്കാം. മഹാത്മാഗാന്ധി എന്നുള്ളത് അവിടെ ഉത്തരം വരണം. അപ്പൊ ആ 2 കാര്യങ്ങളും അവിടെ ഒന്ന് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ
മറ്റൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ശ്രീമൂലം പ്രജാസഭ അതല്ലെങ്കിൽ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് താഴെ പറയുന്നതിൽ ആരാണ് എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഏത് തന്നെയാണ്? അയ്യങ്കാളിയാണ് എന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നീട് 2-3 കൊല്ലത്തിന് ശേഷം 1914 ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ പെർമനന്റ് മെമ്പർ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് 1914 എന്ത് ചെയ്യുന്നത്? ട്രാവൻകൂർ ഗവൺമെന്റ് എന്ന് പറയുന്നത് പബ്ലിക് സ്കൂളുകളിൽ ദളിത് സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ശ്രീമൂലം പ്രജാസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 1915 ഈ പറയുന്ന കല്ലുമാല അഗിറ്റേഷനെ കുറിച്ച് കൂടെ എന്തായാലും പഠിച്ചു വെക്കുക. കല്ലുമാല അഗിറ്റേഷൻ അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ എന്താണ് വില്ലുവണ്ടി സമരം എല്ലാം അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. കൊല്ലത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. കല്ലുമാല സമരം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്താണ് ഇവരുടെ ഈ ഒരു സോഷ്യൽ ഡിഗ്നിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന കല്ലുമാല സമരം എന്ന് പറയുന്നത്. അതിന്റെ വർഷം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ലീഡർ ആരായിരുന്നു എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. 1941 ഇദ്ദേഹം മരണപ്പെടുന്നത്. അതുപോലെ ഈ പറയുന്ന വെള്ളയമ്പലത്തിലാണ്, ട്രിവാൻഡ്രത്തെ വെള്ളയമ്പലത്തിലാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്യൂ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എസ്ര ഡേവിഡ് ആയിരുന്നു ആ ഒരു സ്റ്റാറ്റ്യൂന്റെ സ്കൾപ്ചർ ആയിട്ടുണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി എന്ത് വിശേഷിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ? ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ. അപ്പൊ മഹാത്മാഗാന്ധി എന്ത് വിശേഷിപ്പിച്ചോ, ഇന്ദിരാഗാന്ധി എന്ത് വിശേഷിപ്പിച്ചോ, ഇത് ആരെയാ വിശേഷിപ്പിച്ചേ? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പഠിച്ചു വെക്കും. നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ആത്മറാം പാണ്ഡുരംഗിനെ കുറിച്ചാണ്. കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ആത്മറാം പാണ്ഡുരംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും പറയുന്ന വിഡോ റീമാരേജ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആത്മറാം പാണ്ഡുരംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഏത്? ഈ പറയുന്ന പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ആത്മറാം പാണ്ഡുരംഗിന്റെ ആണ് പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത്. പ്രയർ സൊസൈറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. മഹാരാഷ്ട്ര ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബോംബെ ബേസ് ചെയ്തുകൊണ്ട് 1867 ഈ ഒരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. MG റാനഡ അതുപോലെ തന്നെ RG ഭണ്ഡാർക്കർ ഒക്കെ ഇതിന്റെ കീ സപ്പോർട്ടേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാനുണ്ട്. അപ്പൊ അവിടെയൊക്കെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആരാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്ത്, എന്ന് ഫൗണ്ട് ചെയ്തു, എവിടെയാണ് അതിന്റെ ഒരു ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് അവിടെ ഓർമ്മിച്ച് വെക്കുക. മെയിൻ ആയിട്ട് ആരാ ഫൗണ്ട് ചെയ്ത്, ഓരോ ഓർഗനൈസേഷനും ആരാ ഫൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും എന്താണ് റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ നോക്കാനായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദ്യം? ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്? ആര്യ സമാജിന്റെ ഫൗണ്ടർ ആരാണ്? 1875 ആര്യ സമാജ് ഫൗണ്ട് ചെയ്യുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദ, സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇതിൽ ആരാണ് നമ്മുടെ ആര്യ സമാജ് 1875 ഫൗണ്ട് ചെയ്തേ എന്നുള്ളത് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. നിങ്ങളുടെ ആൻസർ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കമന്റ് ചെയ്യുക, അങ്ങനെ ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കുറച്ച് റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. തീർന്നിട്ടില്ല. കുറച്ചുകൂടെ ആളുകളെ കുറിച്ച് നമുക്ക് നോക്കി പോകാനായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാലോ, ഇന്ത്യ അതുപോലെ തന്നെ കേരള റിനൈസൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വാസ്റ്റ് ആയി കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ എന്ത് ചെയ്യുക? ഫോക്കസ് ഏരിയാസ് നോക്കുക. കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഈ GK ഭാഗം എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എവിടെയാ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും ഈ പറയുന്ന CSCB ജൂനിയർ ക്ലർക്ക് കാഷ്യറിന്റെ ഒക്കെ നമ്മള് ബാച്ചുകൾ, പുതിയ ബാച്ചുകളും കാര്യങ്ങളും 6 മാസത്തെ 3 മാസത്തേക്ക് ഡ്യൂറേഷൻ വരുന്ന ബാച്ചുകൾ നമ്മൾ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ PDF നോട്ടുകൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നതാണ് ഈ ബാച്ച്. അപ്പൊ ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ താഴെ നമ്മൾ ഫോമോ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ക്വറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു പോവാം. സോ താങ്ക് യു.